തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അസമിലെത്തി. ദിബ്രുഗഡിൽ അസം നിയമസഭയുടെ രണ്ടാമത്തെ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം അമിത് ഷാ നിർവഹിക്കും. ഖാനിക്കർ മൈതാനത്ത് പൊതുറാലിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ചില വിവാദ പരാമർശങ്ങളൊക്കെ വന്നിരുന്നു SIR-മായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സന്ദർശനം, ചില പരിപാടികൾ, ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ അജണ്ട? ക്രിസ്റ്റീന, കേരളത്തോടും പശ്ചിമ ബംഗാളിനോടും തമിഴ്നാടിനോടും ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അസം. അസമിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഇതിനകം തന്നെ ബാധിച്ചു കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ്. തുടർച്ചയായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തുന്ന പരാമർശങ്ങൾ വിവാദമാകുന്നു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അദ്ദേഹം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അസമിൽ തുടർച്ചയായി മൂന്നാം തവണയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് BJP ഉള്ളത്. ഇതിന്റെ ഭാഗമായുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുപ്രധാന യോഗത്തിന് വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അസമിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ദിബ്രുഗഡിലെ അസം നിയമസഭയുടെ രണ്ടാമത്തെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അപ്പർ അസമിന്റെ വികസനം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എന്നാണ് BJP അറിയിക്കുന്നത്. ഒപ്പം തന്നെ BJP നേതാക്കളുമായി അദ്ദേഹം ഒരു അവലോകന യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും, പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഇതോടൊപ്പം ഇന്നൊരു പൊതു റാലി ഖനികാർ മൈതാനത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹം ധേമാജിയിലെ മിസിംഗ് വിഭാഗത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഗോത്ര വിഭാഗങ്ങളുടെ പ്രാദേശിക ഉത്സവങ്ങളിൽ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അസം സന്ദർശിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.